കഴിഞ്ഞ ക്ലാസ്സുകളിൽ ബയോ ഇൻഫർമാറ്റിക്സിലെ ഡേറ്റാബേസുകളെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. DNA സീക്വൻസുകളെക്കുറിച്ചും പ്രോട്ടീൻ സ്ട്രക്ചറുകളെക്കുറിച്ചും പ്രോട്ടീനുകളുടെ 3 ഡയമെൻഷണൽ സ്ട്രക്ചറുകളെക്കുറിച്ചും പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ക്വാർട്ടററി സ്ട്രക്ചറുകളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇങ്ങനെ ബയോളജിക്കലായിട്ട് പ്രോട്ടീനുകളെക്കുറിച്ചും DNA വിവിധ രാജ്യങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ തയ്യാറാക്കുന്ന ഡേറ്റകൾ അല്ലെങ്കിൽ ഇൻഫർമേഷനുകൾ ലോകത്തിൽ റിസർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞർക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഡേറ്റകളായി ശേഖരിച്ച് ഇൻ്റർനെറ്റിലൂടെ അല്ലെങ്കിൽ വിവിധ സോഫ്റ്റ്വെയറിലൂടെ ലഭ്യമാകുന്ന സംവിധാനം ബയോ ഇൻഫർമാറ്റിക്സിൽ ഉണ്ട്. ഇന്ന് നമ്മൾ ബയോളജിക്കൽ ഡേറ്റാബേസുകൾ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്, അവയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, ബയോളജിക്കൽ ഡേറ്റാബേസുകൾ സെർച്ച് ചെയ്യാനുള്ള വെബ്സൈറ്റുകൾ, അതിന് ഏതൊക്കെ തരത്തിലാണ് സിമിലാരിറ്റികളും വ്യത്യാസങ്ങളും കണ്ടെത്തുന്നത് തുടങ്ങിയവയാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് എബൌട്ട് ബയോളജിക്കൽ ഡേറ്റാബേസ് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. ബയോളജിക്കൽ ഡേറ്റാബേസ് എന്താണെന്ന് നോക്കാം. എ ബയോളജിക്കൽ ഡേറ്റാബേസ് ഈസ് എ ലാർജ് ഓർഗനൈസ്ഡ് ബോഡി ഓഫ് പെർസിസ്റ്റന്റ് ഡേറ്റ യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് സോഫ്റ്റ്വെയർ designed to update, query, and relative components of a data stored within the system. ബയോളജിക്കൽ ഡേറ്റാബേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവജാലങ്ങളുടെ പ്രോട്ടീനുകളെക്കുറിച്ചും DNA കുറിച്ചും അതിൻ്റെ സ്ട്രക്ചറുകളെക്കുറിച്ചുമൊക്കെയുള്ള വിശദമായിട്ടുള്ള വിശദാംശങ്ങളാണ്. ഇത് തുടർച്ചയായി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതും സോഫ്റ്റ്വെയറിൽ സൂക്ഷിക്കാനും റിട്രീവ് ചെയ്യാനും തക്ക വിധത്തിലുള്ളതും ഇന്റർനെറ്റിലൂടെ ലഭ്യമാകുന്നതുമാണ് ബയോളജിക്കൽ ഡേറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ സിമ്പിൾ ഡേറ്റാബേസ് മൈറ്റ് ബി എ സിംഗിൾ ഫയൽ containing many records, each of which include the same set of information. ഒരു സിമ്പിൾ ഡേറ്റാബേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫയലിൽ ഒരു ഇൻഫർമേഷൻ, ഒരു ഡേറ്റയെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും ഉണ്ടായിരിക്കും. ഉദാഹരണമായിട്ട് ഒരു പർട്ടിക്കുലർ പ്രോട്ടീൻ, ഏതെങ്കിലും ഒരു എൻസൈം, ആ എൻസൈമിൻ്റെ സ്ട്രക്ചർ, അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അമിനോ ആസിഡുകൾ, അതിൻ്റെ ഫങ്ഷൻ, അത് ഏതെല്ലാം ജീവജാലങ്ങളിൽ കാണപ്പെടുന്നു, അതിൻ്റെ സീക്വൻസുകൾ തുടങ്ങിയ എല്ലാ ഇൻഫർമേഷനുകളും ഒരു സിമ്പിൾ ഡേറ്റ എന്ന രൂപത്തിൽ ഒരു ഡേറ്റയിൽ ഉണ്ടായിരിക്കും. The chief objective of the development of database is to organize data in a set of structural record to enable easy retrieval of information. ഇങ്ങനെ ബയോളജിക്കൽ ഡേറ്റാബേസ് ആയിട്ട് രൂപപ്പെടുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്, ഉദ്ദേശം എന്ന് പറയുന്നത് എനേബിൾ ഈസി റിട്രീവൽ ഓഫ് ഇൻഫർമേഷൻ എന്നതാണ്. വളരെ വേഗത്തിൽ ഒരു പ്രോട്ടീനെ കുറിച്ചോ ഒരു DNA കുറിച്ചോ ഇൻഫർമേഷൻ, അതായത് അതിനെ സംബന്ധിച്ച വിവരങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഡേറ്റാബേസുകൾ തയ്യാറാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നത് തന്നെ. ഇനി കാറ്റഗറീസ് ഓഫ് ഡേറ്റാബേസിനെ എങ്ങനെയൊക്കെയാണ് തരംതിരിച്ചിരിക്കുന്നത്? ബയോളജിക്കൽ ഡേറ്റ ആർ കോംപ്ലക്സ്, എക്സെപ്ഷൻ റിഡൻ, വാസ്റ്റ് ആൻഡ് ഇൻകംപ്ലീറ്റ്. ബയോളജിക്കൽ ഡേറ്റകൾ എക്സെപ്ഷൻ, അതായത് ഒഴിവാക്കലുകൾ നടത്തിയിട്ടുള്ളതും കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുള്ളതും വളരെ വിശാലമായതും ഇൻകംപ്ലീറ്റുമാണ്, പൂർണ്ണമല്ലാത്തതാണ്. കാരണം നിരന്തരമായി നടക്കുന്ന റിസർച്ചുകൾ ബയോളജിക്കൽ ഡേറ്റാബേസിൽ ഓരോ ഡേറ്റയെ സംബന്ധിച്ചുമുള്ള അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷനുകൾ എപ്പോഴും കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അത് ഇൻകംപ്ലീറ്റ് എന്ന് പറയുന്നത്. Therefore, several database has been created and interpreted to ensure clear-cut result. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ, പ്രോട്ടീനെ കുറിച്ചോ DNA കുറിച്ചോ
ഇൻഫർമേഷൻ പൂർണ്ണമായിട്ടും ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡേറ്റാബേസും സെർച്ച് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് അതിനെ സംബന്ധിച്ചുള്ള ഇപ്പോൾ നിലവിലുള്ള ഇൻഫർമേഷനുകൾ ലഭ്യമാവുകയുള്ളൂ. A collection of biological data arranged in computer readable form that enhance the speed of search and retrieval and convenient to use is called biological database. ബയോളജിക്കൽ ഡേറ്റാബേസ് എപ്പോഴും കൺവീനിയൻ്റ് ആയിട്ട് റിട്രീവ് ചെയ്യാൻ തക്ക വിധത്തിൽ കമ്പ്യൂട്ടറിൽ അവൈലബിളായി ഉണ്ടായിരിക്കുന്ന ഡേറ്റാബേസിനെയാണ് ശരിക്കും ബയോളജിക്കൽ ഡേറ്റാബേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. A good database must have updated information. ഒരു നല്ല ഡേറ്റാബേസിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന റിസർച്ചുകളിലൂടെ ലഭ്യമാകുന്ന ഇൻഫർമേഷനുകൾ ആഡ് ചെയ്ത ഡേറ്റയായിരിക്കും നല്ല ഒരു ബയോളജിക്കൽ ഡേറ്റാബേസ് എന്നത്. ഇനി ബയോളജിക്കൽ ഡേറ്റാബേസ് അനലൈസ് ചെയ്യുന്നത്, അതായത് താരതമ്യം ചെയ്യുന്നതിനുള്ള ടൂളുകൾ, അതിനെ സീക്വൻസ് അനാലിസിസ് ടൂൾസ് എന്നാണ് പറയുക. സീക്വൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു DNA എടുക്കുകയാണെന്നുണ്ടെങ്കിൽ DNA നിർമ്മിച്ചിരിക്കുന്ന സീക്വൻസുകൾ. നമ്മൾ DNA സ്ട്രക്ചർ പഠിച്ചപ്പോൾ അതിൻ്റെ സീക്വൻസ് എന്നുള്ള അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നുള്ളതാണ് ഓരോ ടേണിലും വരുന്ന സീക്വൻസുകൾ. ഒരു mRNA എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. അതിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് ആ സിംഗിൾ സ്ട്രാൻഡിൽ കണക്ട് ചെയ്തിട്ടുള്ള അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നുള്ളതാണ്. ഇൻഫർമേഷനുകൾ എപ്പോഴും ട്രിപ്ലെറ്റ് കോഡുകളായിട്ടാണ് DNA-യിലും RNA-യിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഒരു കോഡിന് 3 നൈട്രജൻ ബേസുകൾ കാണും. അപ്പോൾ ഇങ്ങനെയുള്ള സീക്വൻസുകളായിട്ടാണ് എപ്പോഴും ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാകുക. ഇൻ ബയോഇൻഫർമാറ്റിക്സ്, സീക്വൻസ് അനാലിസിസ് is the process of subjecting a DNA or RNA or peptide sequence to any of wide range of analytical methods to understand its features, function, structure or evolution. ബയോഇൻഫർമാറ്റിക്സിൽ സീക്വൻസ് അനാലിസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് DNA-യുടെയോ RNA-യുടെയോ ഒരു പെപ്റ്റൈഡ് സീക്വൻസിൻ്റെയോ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തി നമ്മൾക്ക് കിട്ടുന്ന സീക്വൻസുമായി താരതമ്യപ്പെടുത്തി അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഫങ്ഷൻ, അത് എങ്ങനെ ഇവോൾവ് ചെയ്തു എന്നതൊക്കെ നമുക്ക് സീക്വൻസ് അനാലിസിസ് എന്ന പ്രോസസ്സിലൂടെ ഇപ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. മെത്തഡോളജീസ് യൂസ്ഡ് ഇൻക്ലൂഡ് സീക്വൻസ് അലൈൻമെൻറ്റ് സെർച്ചസ് എഗൻസ്റ്റ് ബയോളജിക്കൽ ഡേറ്റാബേസ് ആൻഡ് അതേഴ്സ്. ഇതിനുപയോഗിക്കുന്ന മെത്തഡോളജി എന്ന് പറയുന്നത് നമുക്ക് ബയോളജിക്കൽ ഡേറ്റാബേസ് സീക്വൻസുകളായിട്ടാണ് അവൈലബിൾ ആയിട്ട്, അതായത് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ലഭിക്കുന്നത്. ഇങ്ങനെ സീക്വൻസ് വരിയായിട്ട് അല്ലെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് സീക്വൻസുകളായിട്ടായിരിക്കും. ഇങ്ങനെ ഇരിക്കുന്ന സീക്വൻസുകളെ നമ്മൾ തയ്യാറാക്കി വെക്കുന്ന സീക്വൻസുമായിട്ട് അലൈൻ ചെയ്ത് ചേർത്ത് വെച്ചുകൊണ്ടാണ് താരതമ്യ പഠനം നടത്തുന്നത്. വേരിയസ് ബയോഇൻഫർമാറ്റിക്സ് ടൂൾസ് ആർ അവൈലബിൾ ഫോർ ന്യൂക്ലിയോടൈഡ് ആൻഡ് അമിനോ ആസിഡ് സീക്വൻസ് അനാലിസിസ്. ഇങ്ങനെ അമിനോ ആസിഡുകളെ കുറിച്ചും DNA ന്യൂക്ലിയോടൈഡ്, RNA ന്യൂക്ലിയോടൈഡ് തുടങ്ങിയവയെക്കുറിച്ചൊക്കെ അനാലിസിസ് നടത്താനായിട്ട് ബയോഇൻഫർമാറ്റിക്സിൽ ധാരാളം ടൂളുകൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് നാഷണൽ സെന്റർ ഫോർ ബയോടെക്നോളജി ഇൻഫർമേഷൻ, NCBI എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര്. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ, NLM, എ ബ്രാഞ്ച് ഓഫ് ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്. യുണൈറ്റഡ് സ്റ്റേറ്റിലാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത്. NCBI is located in Bethesda, Maryland. The NCBI houses a series of databases relevant to biotechnology and biomedicine and is an important resource for bioinformatics tools and services. നാഷണൽ സെന്റർ ഫോർ ബയോടെക്നോളജി ഇൻഫർമേഷൻ എന്ന് പറയുന്ന സ്ഥാപനം US-ലാണ്, മേരിലാൻഡിൽ. ഈ സ്ഥാപനത്തിൻ്റെ സൈറ്റിൽ അല്ലെങ്കിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന NCBI എന്ന വെബ്സൈറ്റിൽ ബയോഇൻഫർമാറ്റിക്സിലെ ബയോടെക്നോളജിയുമായിട്ടും ബയോമെഡിസിനുമായിട്ടും അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാബേസുകൾ ലഭ്യമാണ്. മേജർ ഡേറ്റാബേസ് ഇൻക്ലൂഡ് GenBank ഫോർ DNA സീക്വൻസ് ആൻഡ് PubMed, എ ബയോഗ്രാഫിക് ഡേറ്റാബേസ് ഫോർ ബയോമെഡിക്കൽ ലിറ്ററേച്ചർ.
ഇവിടെ നമുക്ക് ലഭ്യമാകുന്ന ഡേറ്റാബേസുകളിൽ പ്രധാനമായിട്ടും ജെൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ ലോകത്ത് പല സ്ഥലങ്ങളിൽ നടക്കുന്ന DNA സീക്വൻസുകളെ കുറിച്ചുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കുന്ന DNA സീക്വൻസുകൾ അപ്ലോഡ് ചെയ്ത് എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിൽ വെബ്സൈറ്റിലുള്ള ഒരു റിസോഴ്സാണ് ജെൻ ബാങ്ക് എന്ന് പറയുന്നത്, ജീനുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ. ഇത്തരം ഇൻഫർമേഷൻ്റെ ഒരു റിപ്പോസിറ്ററി ആയിട്ട് NCBI ഫങ്ഷൻ ചെയ്യുന്നു. അതുപോലെ പബ്മെഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിബ്ലിയോഗ്രാഫിക് ഡാറ്റാബേസ് ഫോർ ബയോമെഡിക്കൽ ലിറ്ററേച്ചർ. രോഗങ്ങളുമായി ബന്ധപ്പെട്ട അതിൻ്റെ ജീനുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോട്ടീനുകൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നൽകുന്ന ഒരു വെബ് റിലേറ്റഡ് ആയിട്ടുള്ള സംവിധാനമാണ് പബ്മെഡ് എന്ന് പറയുന്നത്. അങ്ങനെ ജെൻ ബാങ്കിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ജീനുകളെ കുറിച്ചുള്ള ഇൻഫർമേഷനുകൾ പബ്മെഡ് ബയോമെഡിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷനുകൾ ലഭ്യമാക്കുന്ന ഒരു സംവിധാനമാണ് NCBI എന്ന് പറയുന്നത്. Other databases include the NCBI Epigenomic Database. Epigenomic Database എന്ന് പറഞ്ഞാൽ എപ്പിജീനോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പിജീനോം is made up of chemical compounds and proteins that can attach to DNA and direct such actions, turning genes or on or off, controlling the production of proteins in a particular cell. എപ്പിജീനോം എന്നത് ജീനുകളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രോട്ടീനോ അല്ലെങ്കിൽ കെമിക്കൽ കോമ്പൗണ്ടോ ആണ്. അതായത് ജീനുകളുടെ പ്രവർത്തനത്തെ സഹായിക്കുന്ന പദാർത്ഥങ്ങളെയാണ് എപ്പിജീനോം എന്ന് പറയുന്നത്. അതൊരു പ്രോട്ടീൻ ആയിരിക്കും അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും. ഈ പദാർത്ഥങ്ങളാണ് ജീനുകൾ എപ്പോൾ പ്രവർത്തിക്കണം എപ്പോൾ പ്രവർത്തിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത്. അതായത് ഉദാഹരണമായിട്ട് ഏജിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഹ്യൂമൻ ബീയിങ്സിൽ നടക്കുന്നത് അഡോളസൻസ് പീരീഡ് കഴിയുമ്പോഴാണ്. അതായത് ഏജിങ് പ്രോസസ്സിനെ നിയന്ത്രിക്കുന്നത് ഒരു ജീനാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ജീനുകളിലും എപ്പോഴാണ് പ്രവർത്തിക്കേണ്ടത്, എപ്പോഴാണ് ഓൺ ആകേണ്ടത്, ഓഫ് ആകേണ്ടത് തുടങ്ങിയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സീക്വൻസുകളാണ് എപ്പിജീനോമിക് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം സീക്വൻസുകളെ കുറിച്ചുള്ള ഇൻഫർമേഷനുകൾ നമുക്ക് NCBI ലഭ്യമാണ്. All these databases are available online through the Entrust search engine. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ Entrust സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്ന ഗൂഗിൾ ക്രോം പോലെയുള്ള ഒരു സെർച്ച് എഞ്ചിനാണ്. ഈ സെർച്ച് എഞ്ചിനിലൂടെ NCBIയിലെ ഡേറ്റ നമുക്ക് ലഭ്യമാണ്. NCBI was directed by David Lippman, one of the original authors of BLAST sequence alignment program and a widely റെസ്പെക്റ്റഡ് ഫിഗർ ഇൻ ബയോഇൻഫർമാറ്റിക്സ്. NCBIയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് ഡേവിഡ് ലിപ്മാൻ ആണ്. അദ്ദേഹമാണ് ബ്ലാസ്റ്റിൻ്റെ ഉപജ്ഞാതാവ്. ബ്ലാസ്റ്റ് എന്താണെന്ന് നമുക്ക് പിന്നീട് പഠിക്കാം. രണ്ടാമത്തത് DNA ഡേറ്റാ ബാങ്ക് ഓഫ് ജപ്പാൻ, DDB എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര്. ഇറ്റ് ഈസ് എ ബയോളജിക്കൽ ഡാറ്റാബേസ് ദാറ്റ് കളക്ട്സ് DNA സീക്വൻസസ്. DNA സീക്വൻസുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് അല്ലെങ്കിൽ ഓർഗനൈസേഷനാണ് DDBJ എന്നത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെനറ്റിക്സ് NIG ഇൻ ദ ഷിസുസോക്ക പ്രിഫെക്ചർ ഓഫ് ജപ്പാൻ. ജപ്പാനിലാണ് NIG എന്ന സ്ഥാപനം അത് DDBJയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത്. ഇറ്റ് ഈസ് ആൾസോ എ മെമ്പർ ഓഫ് ഇന്റർനാഷണൽ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസ് കൊളാബറേഷൻ ഓഫ് INSDC എന്ന ഒരു സ്ഥാപനവുമായിട്ടാണ് DDBJക്ക് കൊളാബറേഷൻ ഉള്ളത്. ഇറ്റ് എക്സ്ചേഞ്ചസ് ഇറ്റ്സ് ഡേറ്റ വിത്ത് യൂറോപ്യൻ മോളിക്കുലർ ബയോളജി ലബോറട്ടറി അറ്റ് ദ യൂറോപ്യൻ ബയോ ഇൻഫർമാറ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് വിത്ത് ജെൻ ബാങ്ക് അറ്റ് ദ നാഷണൽ സെന്റർ ഫോർ ബയോടെക്നോളജി ഇൻഫർമേഷൻ ഓൺ എ ഡെയിലി ബേസിസ്. ജപ്പാനിലുള്ള ഈ സ്ഥാപനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാഷണൽ സെന്റർ ഫോർ ബയോടെക്നോളജി ഇൻഫർമേഷൻ US-ഉമായിട്ടും യൂറോപ്യൻ മോളിക്കുലർ ബയോളജി ലബോറട്ടറിയുമായിട്ട് ചേർന്ന് ഡേറ്റകൾ കൈമാറിക്കൊണ്ട്, അതായത് ലഭ്യമാകുന്ന ഡേറ്റകൾ ഷെയർ ചെയ്തുകൊണ്ട് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റാബേസ് രൂപവൽക്കരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. Thus, these three data banks contain the same data at any given time. അങ്ങനെ NCBIയുമായിട്ടും
യൂറോപ്യൻ മോളിക്കുലർ ബയോളജിയുമായിട്ടും ബയോളജി ലബോറട്ടറിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് DDBJ, നാഷണൽ സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഇൻഫർമേഷൻ സെൻറ്റർ NCBI, ദെൻ യൂറോപ്യൻ യൂണിയൻ മോളിക്കുലർ ബയോളജി ലബോറട്ടറിയുമായിട്ട് ഉള്ള കൊളാബറേഷനിൽ ഈ 3 സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് ഒരേപോലെയുള്ള ഡേറ്റാബേസ് ഒരേ സമയം ലഭ്യമാണ്. Thus, these 3 databases contain the same data at any given time. DDBJ began data bank activities in 1986 at NIG and remains the only nucleotide sequence data bank in Asia. ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡേറ്റാ ബാങ്കാണ് DDBJ എന്നത്. Although DDBJ mainly receives its data from Japanese researchers, it can accept data from contribution any other country. ആദ്യമായിട്ട് 1986 രൂപവൽക്കരിച്ച ഈ സ്ഥാപനം ആദ്യമൊക്കെ ജപ്പാനിലെ റിസർച്ചറിൽ നിന്നായിരുന്നു ഡേറ്റാബേസുകൾ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലോകത്തെ എല്ലാ ഭാഗത്തു നിന്നും ഡേറ്റാബേസുകൾ സ്വീകരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. DDBJ is primarily funded by the Japanese Ministry of Education, Culture, Sports, Science and Technology. DDBJ has an international advisory committee which consists of 9 members, 3 members each from Europe, US and Japan. This committee advises DDBJ about its maintenance, management, future plans once a year. DDBJക്ക് വ്യക്തമായിട്ടുള്ള കമ്മിറ്റികളുണ്ട്. യൂറോപ്യൻ യൂണിയനിലുള്ള 3 മെമ്പേഴ്സും US-ൽ നിന്നും ജപ്പാനിലുള്ള മെമ്പേഴ്സും അടങ്ങിയ 10 അംഗ കമ്മിറ്റിയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായിട്ടും വിലയിരുത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. Apart from DDBJ also has an international collaborative committee which advises on various technical issues related to international collaboration and consist of working level participants. അതുപോലെ ഇത്തരം സംവിധാനങ്ങളെ നിയന്ത്രിക്കാൻ പൂർണ്ണമായിട്ടും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കമ്മിറ്റികളുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള മെമ്പേഴ്സിൻ്റെയൊക്കെ സാന്നിധ്യം കൊണ്ട് കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകൾ നടത്തി കൃത്യമായിട്ടുള്ള ഡേറ്റ ഇൻഫർമേഷനാണ് DDBJയിൽ ലഭ്യമാക്കുന്നത്. അടുത്തത് പ്രോട്ടീൻ ഡേറ്റാ ബാങ്ക്, PDB എന്നാണ് ചുരുക്കപ്പേര്. ഇറ്റ് ഈസ് എ ഡേറ്റാബേസ് ഫോർ 3-dimensional structural data of large biological molecules such as proteins and nucleic acid. പ്രോട്ടീനുകളെക്കുറിച്ചും ന്യൂക്ലിക് ആസിഡിനെ കുറിച്ചുമുള്ള ഹ്യൂജ് ഡേറ്റ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു സംവിധാനമാണ് പ്രോട്ടീൻ ഡേറ്റാ ബാങ്ക് എന്നത്. The data typically obtained by X-ray crystallography, nuclear magnetic resonance spectroscopy, cryo-electromicroscopy, and submitted by biologists and biochemists from around the world are freely accessible on the internet via website of member of organizations. വ്യത്യസ്തമായിട്ടുള്ള നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ, പ്രധാനമായിട്ടും ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി എന്ന ടെക്നിക്കിലൂടെ ക്രയോ ഇലക്ട്രോ മൈക്രോസ്കോപ്പി തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളിലൂടെ രൂപപ്പെടുത്തി എടുക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്ന DNA-കളെക്കുറിച്ചും പ്രോട്ടീനുകളെക്കുറിച്ചുമുള്ള സ്ട്രക്ചർ, ഘടനാപരമായിട്ടുള്ള ഇൻഫർമേഷനുകൾ അല്ലെങ്കിൽ ഡേറ്റാബേസുകൾ അടങ്ങിയ സംവിധാനമാണ് പ്രോട്ടീൻ ഡേറ്റാ ബാങ്ക്. അത് നമുക്ക് ഫ്രീ ആയിട്ട് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റാ ബാങ്കാണ്. ദ PDB ഈസ് ഓവർസീൻ ബൈ an organization called World Wide Protein Data Bank, WWPDB എന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് ഈ പറഞ്ഞ പ്രോട്ടീൻ ഡേറ്റാ ബാങ്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. The PDB is a key areas of structural biology such as structural genomics. PDBയുടെ പ്രധാനമായിട്ടും ഏരിയ അല്ലെങ്കിൽ അവരുടെ ഡേറ്റാ ബാങ്ക് എന്നുള്ളത് സ്ട്രക്ചറൽ ജീനോമിക്സ്, ജീനോകളെ കുറിച്ചുള്ള സ്ട്രക്ചറുകൾ, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. മോസ്റ്റ് മേജർ സയൻറ്റിഫിക് ജേർണൽസ് ആൻഡ് സം ഫണ്ടിംഗ് ഏജൻസീസ് നൗ റിക്വയർ സയൻറ്റിസ്റ്റ് ടു സബ്മിറ്റ് ദെയർ സ്ട്രക്ചറൽ ഡാറ്റ ടു PDB. അതായത് ലോകത്തിൽ ജീനുകളെക്കുറിച്ചുള്ള സ്ട്രക്ചറൽ ജീനോമിക്സിനെ കുറിച്ചുള്ള പഠനം പബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുന്നതിന് ജേണലുകളിൽ ജേണലുകൾ അത്തരം ഡേറ്റകൾ ആദ്യം PDBയിൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ജേണലുകളിൽ പോലും ഇപ്പോൾ അത്തരം സയൻറ്റിഫിക് ഇൻഫർമേഷനുകൾ ലഭ്യമാക്കുകയുള്ളൂ. കാരണം PDBയിൽ എല്ലാവർക്കും ലഭ്യമാകുന്ന തരത്തിൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. അക്സെപ്റ്റഡ് ഇൻഫർമേഷനായിട്ട് മാത്രമേ PDBയിൽ അത് ശേഖരിക്കുകയുള്ളൂ. Many
other database use protein structure deposited in the PDB. PDBയിൽ പ്രോട്ടീനുകളെ കുറിച്ചുള്ള ധാരാളം ഇൻഫർമേഷനുകൾ നമുക്ക് PDBയിൽ ലഭ്യമാണ്. ഇനി മറ്റൊരു സെർച്ച് ഇൻഫർമേഷൻ സെർച്ച് എൻജിൻ അല്ലെങ്കിൽ സംവിധാനമാണ് OMIM, ഓൺലൈൻ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് ഓഫ് മാൻ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. OMIM is a comprehensive authoritative collection of human genes and genetic phenotype. മനുഷ്യൻ്റെ ജീനുകളെക്കുറിച്ചും ഫീനോടൈപ്പുകളെക്കുറിച്ചുമുള്ള ഇൻഫർമേഷൻ അടങ്ങിയ ഒരു ഡേറ്റാബേസാണ് OMIM എന്ന് പറയുന്നത്. ഫീനോടൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റെഫേഴ്സ് ടു ദ ഒബ്സർവബിൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഓർഗാനിസം. ബാഹ്യമായി കാണാൻ കഴിയുന്ന ഇൻഫർമേഷൻ, കളർ, ഹൈറ്റ്, ഷേപ്പ് തുടങ്ങിയ ഇൻഫർമേഷനുകൾ, അതിനെയാണ് ഫീനോടൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും ഡേറ്റാബേസാണ്. അത്തരം ഡേറ്റാബേസുകൾ OMIM എന്ന സൈറ്റിൽ ലഭ്യമാണ്. ദാറ്റ് ഈസ് ഫ്രീലി അവൈലബിൾ, അപ്ഡേറ്റഡ് ഡെയിലി. ഓൺലൈൻ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് ഓഫ് മാൻ എന്ന വിഭാഗത്തിൽ ഫ്രീ ആയിട്ട് ഡേറ്റാബേസ് അവൈലബിൾ ആണ്, ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. ദ എൻട്രീസ് കണ്ടെയ്ൻസ് അബണ്ടന്റ് ലിങ്ക്സ് ടു അതർ ജെനറ്റിക് റിസോഴ്സസ്. OMIM എന്ന ഡേറ്റാബേസിൽ നമ്മൾ സെർച്ച് ചെയ്താൽ ഫർദർ, അതായത് ലോകത്തിൽ ലഭ്യമായിട്ടുള്ള മറ്റ് ജെനറ്റിക് റിസോഴ്സുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ലിങ്കുകൾ കൂടി OMIM എന്ന ഡേറ്റാബേസിൽ ഉണ്ട്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ സ്റ്റുഡൻസ്, റിസർച്ചേഴ്സ് ആൻഡ് ക്ലിനിഷ്യൻസ്. ക്യൂറേഷൻ ഓഫ് ദ ഡേറ്റാബേസ് ആൻഡ് എഡിറ്റോറിയൽ ഡിസിഷൻസ് ടേക്സ് പ്ലേസ് അറ്റ് ദ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മെഡിസിൻ. ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മെഡിസിനിലാണ് ഈ ഒരു സംവിധാനം OMIM എന്ന ഡേറ്റാബേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവരാണ്. ദ ഫുൾ ടെക്സ്റ്റ് റെഫറൻസ്ഡ് ഓവർവ്യൂസ് ഇൻ OMIM contain information on all non-Mendelian disorders and over 15,000 genes. ഓൺലൈൻ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് ഓഫ് മാൻ എന്ന ഡേറ്റാബേസിൽ നിലവിൽ മനുഷ്യനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അല്ലെങ്കിൽ വന്നിട്ടുള്ള എല്ലാ ഇൻഹെറിറ്റൻസിനെ കുറിച്ചും അല്ലെങ്കിൽ ഡിസോർഡേഴ്സിനെ കുറിച്ചുമുള്ള ഇൻഫർമേഷനുകളും ഏകദേശം 15,000 മുകളിലുള്ള അത്തരം ജീനുകളെ കുറിച്ചുള്ള ഡേറ്റാബേസുകളും നമുക്ക് ഓൺലൈൻ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് ഓഫ് മാൻ എന്ന ഡേറ്റാബേസ് ഇൻഫർമേഷൻ സെന്ററിൽ ലഭ്യമാണ്. OMIM focus on the relationship between phenotype and genotype. ഫിനോടൈപ്പും ജീനോടൈപ്പുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, പരസ്പര ബന്ധത്തിലാണ് OMIM എന്ന ഡേറ്റാബേസ് ഫോക്കസ് ചെയ്യുന്നത്. ഫിനോടൈപ്പ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാഹ്യമായിട്ടുള്ള സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഫിനോടൈപ്പ് എങ്കിൽ, ആ ബാഹ്യമായിട്ടുള്ള സ്ട്രക്ചറിനെ നിയന്ത്രിക്കുന്ന ജീനുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ജീനോടൈപ്പ് എന്നതിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. ഇവ തമ്മിലുള്ള പരസ്പര ഡേറ്റാബേസും ജീനോടൈപ്പും ഫിനോടൈപ്പും തമ്മിലുള്ള ഡേറ്റകൾ അതെങ്ങനെ താരതമ്യപ്പെടുത്താം തുടങ്ങിയവയാണ് OMIM എന്ന ഡേറ്റാബേസ് അല്ലെങ്കിൽ ആ ഒരു സെന്റർ ഫോക്കസ് ചെയ്യുന്നത്. Others are located Johns Hopkins and around the world. Distribution of OMIM and software development are provided by National Center for Biotechnology Information NCBI at the National Library of Medicine NLM USA ആസ്ഥാനമായിട്ടുള്ള നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ ആണ് OMIM എന്ന സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേഷനും അതിൻ്റെ ഡേറ്റാബേസ് തയ്യാറാക്കലും നടത്തുന്നത് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി ഇത്തരം ഡേറ്റാ ബേസുകൾ സെർച്ച് ചെയ്യാനായിട്ടുള്ള സെർച്ച് എഞ്ചിനുകളുണ്ട്. അതിൽ 2 പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഒന്ന് ഫാസ്റ്റ, 2 ബ്ലാസ്റ്റ്. ഫാസ്റ്റ ആദ്യമുണ്ടായ സെർച്ച് എഞ്ചിനും ബ്ലാസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 സെർച്ചിങ് ടൂളുമാണ്. ദ നമ്പർ ഓഫ് DNA ആൻഡ് പ്രോട്ടീൻ സീക്വൻസ് ഇൻ പബ്ലിക് ഡേറ്റാബേസ് ഈസ് വെരി ലാർജ്. നമുക്ക് പബ്ലിക്കായിട്ട് ലഭിക്കുന്ന ഡേറ്റാബേസ് ലോകത്തിൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് സ്പീഷീസുകളുണ്ട്. അപ്പോൾ ഇതുവരെ ലഭ്യമാകാത്ത ഇൻഫർമേഷനുകളുണ്ട്, ലഭ്യമായ ഇൻഫർമേഷനുകളുണ്ട്. ഇങ്ങനെ ബയോളജിക്കൽ ഡേറ്റ എന്നുള്ളത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഡേറ്റയാണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ആവശ്യം വേണ്ട ഒന്ന് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഹെൽക്യൂരിയൻ ടാസ്ക്കാണ്. സെർച്ചിങ് ഓഫ് ഡേറ്റാബേസ് ഇൻവോൾവ്സ് അറേഞ്ച് ഇൻ എ ലൈൻ
the enquiry sequence to each sequence in the database to find significant local alignment. അതുകൊണ്ട് തന്നെ ഇത് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഡേറ്റാബേസിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള സീക്വൻസിനെ ലഭ്യമാക്കാൻ വേണ്ടി ഫാസ്റ്റ, ബ്ലാസ്റ്റ് തുടങ്ങിയ സെർച്ച് എഞ്ചിനുകൾ അല്ലെങ്കിൽ സെർച്ചിങ് ടൂളുകൾ ഡേറ്റാബേസിനെ ഒരു സീക്വൻസ്, ലോക്കൽ സീക്വൻസ് അല്ല, ലോക്കൽ അലൈൻമെന്റ് ആയിട്ട് നിരത്ത് നിർത്തി നമുക്ക് ആവശ്യം വേണ്ടതിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാസ്റ്റ് ആൻഡ് ഫാസ്റ്റ് ആർ ടു സിമിലാരിറ്റി സെർച്ചിങ് പ്രോഗ്രാംസ് that identify homologous DNA sequence and proteins based on the additional sequence similarity. ബ്ലാസ്റ്റും ഫാസ്റ്റയും ഒരേപോലെയാണ് നമുക്ക് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരേപോലെയാണ് പ്രവർത്തിക്കുന്നത്. ഈ ഡേറ്റാബേസിലുള്ള ഡേറ്റകളെ ഫ്രണ്ടിലേക്ക് അല്ലെങ്കിൽ മുൻപിലേക്ക് കൊണ്ടുവന്ന് നിരത്തി നിർത്തിയതിനു ശേഷം, അല്ലെങ്കിൽ ഒരു സെർച്ച് ഓഫ് ലൈനിൽ അലൈൻ ചെയ്തതിനു ശേഷം നമ്മൾ കൊടുക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയ ഡേറ്റാബേസുമായിട്ട് പരസ്പരം ഒത്തുനോക്കി അല്ലെങ്കിൽ ചേർത്ത് നിർത്തി അതിൻ്റെ സിമിലാരിറ്റി ലഭ്യമായിട്ടുള്ള അല്ലെങ്കിൽ ബ്ലാസ്റ്റിൽ ഉള്ള ഡേറ്റയുമായിട്ട് താരതമ്യം ചെയ്ത് എത്രത്തോളം നമ്മളുടെ ഡേറ്റാബേസുമായിട്ട് അതിന് താരതമ്യമുണ്ട് അല്ലെങ്കിൽ യോജിക്കുന്നു എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ബ്ലാസ്റ്റും ഫാസ്റ്റും നമുക്ക് തരുന്നത്. ദേ പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ comparing DNA and protein sequence with the existing DNA and protein database. നിലവിൽ ബ്ലാസ്റ്റിലും ഫാസ്റ്റയിലും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന, അതല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്രോട്ടീനുകളെ കുറിച്ചും DNA കുറിച്ചുമുള്ള ഇൻഫർമേഷനുകൾ മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ അവിടെ ചേർത്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ റൈറ്റ് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എൻട്രി ചെയ്തിരിക്കുന്ന DNA കുറിച്ചും പ്രോട്ടീനെ കുറിച്ചുമുള്ള ഡേറ്റാബേസുകൾ എടുത്തതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ഡേറ്റയുമായിട്ട് കമ്പയർ ചെയ്ത് താരതമ്യ പഠനം നടത്തി എത്ര പെർസെൻറ്റേജ് നിലവിലുള്ള ഡേറ്റയുമായിട്ട് താരതമ്യമുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ ഫാസ്റ്റയിലും ബ്ലാസ്റ്റിലും ലഭിക്കും. ദേ ആർ ടു മേജർ എക്സ്പെരിമെന്റൽ പ്രൊസീജിയേഴ്സ് ഫോർ പെർഫോമിംഗ് ഡേറ്റാബേസസ്. അത് നോക്കാം. ഇറ്റ് വർക്ക്സ് by finding short search of identical or nearly identical letters in two sequence. ഇവിടെ സീക്വൻസുകളിലെ ഒരേപോലെയുള്ള ലെറ്ററുകൾ അല്ലെങ്കിൽ ഒരേപോലെയുള്ള സീക്വൻസുകൾ ഉണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കുന്നത്. ദീസ് ഷോർട്ട് സീക്വൻസ് ഓർ ക്യാരക്ടേഴ്സ് ആർ കാൾഡ് വേർഡ്സ്. ഇങ്ങനെ സീക്വൻസ്, ഞാൻ ആദ്യമേ സൂചിപ്പിച്ച ഒരു കാര്യം, ഇൻഫർമേഷൻ ഡേറ്റാബേസുകളായിട്ട് മാറ്റുമ്പോൾ DNA-യിലായാലും RNA-യിലായാലും പ്രോട്ടീനുകളിലായാലും ഇൻഫർമേഷനുകൾ ട്രിപ്ലെറ്റ് കോഡുകൾ, 3 അക്ഷരങ്ങൾ കൊണ്ടാണ് ഓരോ ഇൻഫർമേഷനും രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്രിപ്ലെറ്റ് കോഡുകൾ, അതിനെ നമ്മൾ ജനറ്റിക് കോഡ് എന്നാണ് പറയുന്നത്. ഈ ട്രിപ്ലെറ്റ് കോഡുകളെ താരതമ്യം ചെയ്താണ് നമ്മൾ ഡേറ്റാബേസുകൾ തമ്മിൽ താരതമ്യ പഠനം നടത്തുന്നത്. അപ്പം ഇങ്ങനെ സമാനമായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ വേർഡ്സ് ആയിട്ട്, വാക്കുകളായിട്ടാണ് ഇവിടെ എടുക്കുക. The basic assumption is that two related sequences must have at least one word in common. ഒരേപോലെയുള്ള സീക്വൻസുകളിൽ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു കോഡ് എപ്പോഴും എന്തായിരിക്കും? കോമൺ ആയിരിക്കും. ഇപ്പം ACG അല്ലെങ്കിൽ ACT എന്നൊരു കോഡ്, ട്രിപ്ലെറ്റ് കോഡ് ഡേറ്റാബേസിലുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു കോഡിൽ ACTO അല്ലെങ്കിൽ TACO എന്നതായിരിക്കും ആണെങ്കിൽ ഈ 2 കോഡിലും ഏതെങ്കിലും ഒരു വേർഡ് കോമൺ ആയിരിക്കും. അങ്ങനെ കോമൺ ആയിട്ടുള്ള വേർഡുകൾ കണ്ടെത്തി ആണ് ഹ്യൂജ് ആയിട്ടുള്ള ഡേറ്റയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ഡേറ്റയെ കമ്പയർ ചെയ്ത് ബ്ലാസ്റ്റും ഫാസ്റ്റയും തരുന്നത്. ബൈ ഫസ്റ്റ് ഐഡന്റിഫൈങ് വേർഡ് മാച്ചസ്, എ ലോങ്ങർ അലൈൻമെന്റ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് എക്സ്റ്റെൻഡിങ് സിമിലാരിറ്റി റീജിയൻസ് ഫ്രം ദ വേർഡ്സ്. ഇങ്ങനെ വളരെ ലക്ഷക്കണക്കിന് വേർഡിങ്സ് ഉള്ള അലൈൻമെന്റിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഡേറ്റാബേസിൽ നിന്നും നമ്മൾ കൊടുക്കുന്ന 1000 അല്ലെങ്കിൽ 1,00,000 അല്ലെങ്കിൽ 10,000 ഉള്ള സീക്വൻസുകളെ എന്ത് ചെയ്യുന്നു? വേർഡ് ബേസിൽ, വേർഡുകളുടെ അടിസ്ഥാനത്തിൽ കമ്പയർ ചെയ്യുന്നു. വൺസ് റീജിയൻ ഓഫ് ഹൈ സീക്വൻസ് സിമിലാരിറ്റി ആർ ഫൗണ്ട്, adjacent high scoring regions can be joined into a full alignment. ഇങ്ങനെ ഫാസ്റ്റയിലും ബ്ലാസ്റ്റിലുമുള്ള ഡേറ്റാബേസുകളിൽ അടങ്ങിയിട്ടുള്ള ഡേറ്റകൾ നമ്മൾ കൊടുക്കുന്ന ഡേറ്റയുമായിട്ട്
താരതമ്യം ചെയ്ത് സീക്വൻസുകളെ കണ്ടെത്തി ആ സീക്വൻസുകളെ മാത്രം വേർതിരിച്ച് നമുക്ക് ലഭ്യമാക്കുകയും ചെയ്യും. The main difference between BLAST and FASTA is the BLAST is mostly involved in finding ungapped, totally optimal sequence alignment, whereas FASTA is involved in finding similarities between less similar sequences. ബ്ലാസ്റ്റും ഫാസ്റ്റയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ബ്ലാസ്റ്റ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത സെർച്ചിങ് എഞ്ചിൻ ആണെങ്കിൽ ഫാസ്റ്റ ബ്ലാസ്റ്റിന് മുൻപുണ്ടായതാണ്. ഫാസ്റ്റയിൽ ഏറ്റവും സിമിലർ ആയിട്ടുള്ള സീക്വൻസുകളെ പെട്ടെന്ന് കണ്ടെത്തി സീക്വൻസുകളെ അലൈൻ ചെയ്ത് ഒരുമിച്ച് ചേർത്ത് നമുക്ക് സീക്വൻസ് കമ്പാരിസൺ നടത്താൻ എളുപ്പമാണ്. ഫാസ്റ്റയിൽ സംഭവിക്കുന്നത് ലെസ് സിമിലർ ആയിട്ടുള്ള, അതായത് സിമിലർ അല്ലാത്തുള്ള സീക്വൻസുകളെ തമ്മിൽ ചേർത്ത് നിർത്തി എത്രത്തോളം സിമിലാരിറ്റി പല സീക്വൻസുകൾ തമ്മിൽ ഉണ്ട് എന്നുള്ള കണ്ടെത്താനുള്ള ഒരു സാധ്യത ഫാസ്റ്റയിൽ ഉണ്ട്. അപ്പോൾ ബ്ലാസ്റ്റ് അടുത്തടുത്തുള്ള സീക്വൻസുകൾ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ഏറ്റവും സിമിലാരിറ്റി കാണിക്കുന്ന സീക്വൻസുകളെ നമുക്ക് വേഗത്തിൽ കണ്ടെത്തി സിമിലാരിറ്റി അല്ലെങ്കിൽ കമ്പാരിസൺ നടത്താൻ സാധിക്കുമെങ്കിൽ ഫാസ്റ്റയിൽ ലെസ് സിമിലർ ആയിട്ടുള്ള ഒരു എവല്യൂഷണറി സ്റ്റഡി നടത്താൻ ഫാസ്റ്റയാണ് എപ്പോഴും എളുപ്പം. ബ്ലാസ്റ്റ് ബേസിക്കൽ ലോക്കൽ അലൈൻമെന്റ് സെർച്ച് ടൂൾ എന്നാണ് ബ്ലാസ്റ്റിന്റെ പൂർണ്ണരൂപം. The BLAST program was developed by Stephen Achtschul of NCBI, National Center for Biotechnology Information, in 1990 and has since become one of the most popular program for sequence analysis. 1990 ഫാസ്റ്റ ഡെവലപ്പ് ചെയ്യുന്നത്. ഫാസ്റ്റയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സെർച്ച് എഞ്ചിൻ അല്ലെങ്കിൽ സെർച്ച് ടൂൾ എന്ന് പറയുന്നത് ഡാറ്റാബേസ് കമ്പാരിസണിൽ. BLAST uses self-discovery to align query sequence with all sequence in database. നമ്മളുടെ ഡാറ്റാബേസ് നമ്മളിപ്പോൾ ഒരു DNA അനാലിസിസ് നടത്തി DNA സീക്വൻസ് എടുത്ത് അത് നമ്മൾ സീക്വൻസ് ആയിട്ടാണ് നമുക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നത്. അത് ബ്ലാസ്റ്റിൽ കൊടുത്താൽ ബ്ലാസ്റ്റ് പെട്ടെന്ന് തന്നെ വളരെ വേഗത്തിൽ ബ്ലാസ്റ്റിലുള്ള സീക്വൻസുമായിട്ട് അലൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ താരതമ്യം പഠനം നടത്തിയിട്ട് ഇൻഫർമേഷൻ ലഭ്യമാക്കും. The objective is to find high scoring updated segments among related sequences. അതായത് നമ്മൾ കൊടുക്കുന്ന സീക്വൻസും ബ്ലാസ്റ്റിലുള്ള സീക്വൻസുമായിട്ട് വളരെ വേഗത്തിൽ താരതമ്യം ചെയ്ത് അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ ലഭ്യമാക്കും. ദ എക്സിസ്റ്റൻസ് ഓഫ് സച്ച് സെഗ്മെന്റ്സ് എബവ് ഗീവൻ ത്രെഷോൾഡ് ഇൻഡിക്കേറ്റ്സ് പെയർ വൈസ് സിമിലാരിറ്റി ബിയോണ്ട് റാൻഡം ചാൻസ് വിച്ച് ഹെൽപ്പ് ടു ഡിസ്ക്രിമിനേറ്റ് റിലേറ്റഡ് സീക്വൻസ് ഫ്രം അൺറിലേറ്റഡ് സീക്വൻസ് ഇൻ എ ഡാറ്റാബേസ്. ഇവിടെ ബ്ലാസ്റ്റിൽ റിലേറ്റഡ് ആയിട്ടുള്ള സീക്വൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് ലഭ്യമാക്കും. അൺറിലേറ്റഡ് ആയിട്ടുള്ള സീക്വൻസിനെ ഒമിറ്റ് ചെയ്തുകൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് റിലേറ്റഡ് സീക്വൻസുകൾ തമ്മിലുള്ള കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തി റിലേറ്റഡ് സീക്വൻസിനെ മാത്രം നമുക്ക് കാണിച്ചു തരികയും എത്രത്തോളം റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഒബ്സർവ് ചെയ്ത് ഇൻഫർമേഷൻ നൽകുകയും ബ്ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ബ്ലാസ്റ്റ് ഈസ് പോപ്പുലർ ആസ് ബയോഇൻഫർമാറ്റിക്സ് ടൂൾ ഡ്യൂ ടു ഇറ്റ്സ് എബിലിറ്റി ടു ഐഡന്റിഫൈ റീജിയൻസ് ഓഫ് ലോക്കൽ സിമിലാരിറ്റി ബിറ്റ്വീൻ ടു സീക്വൻസ് ക്വിക്ക്ലി. വളരെ വേഗത്തിൽ രണ്ട് സീക്വൻസുകൾ തമ്മിലുള്ള ലോക്കൽ സീക്വൻസുകൾ തമ്മിലുള്ള അലൈൻമെന്റ് താരതമ്യം എത്രത്തോളം ഉണ്ടെന്ന് വേഗത്തിൽ മനസ്സിലാക്കി തരും. ബ്ലാസ്റ്റ് കാൽക്കുലേറ്റ് an exception value which estimate the number of matches between two sequence. ഒരു എക്സെപ്ഷൻ വാല്യൂ, അതായത് ബ്ലാസ്റ്റിൽ ഉള്ള ഒരു ഡേറ്റാബേസിൽ 10 സീക്വൻസുകൾ നമ്മുടെ ഡേറ്റാബേസുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതാണ് അല്ലെങ്കിൽ വളരെ അടുത്ത ഇൻഫർമേഷൻ ആണെങ്കിൽ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്രത്തോളം സിമിലാരിറ്റി, എത്ര പെർസെൻറ്റേജ് സിമിലാരിറ്റി ഉണ്ടെന്ന് 90, 95, 99.9 അല്ലെങ്കിൽ 99.2 തുടങ്ങിയ സിമിലാരിറ്റി എത്രത്തോളം ഒരു പർട്ടിക്കുലർ സീക്വൻസുമായിട്ട് ഉണ്ടെന്നൊക്കെയുള്ള ഇൻഫർമേഷൻ വളരെ വേഗത്തിൽ ബ്ലാസ്റ്റിൽ ലഭ്യമാണ്. ഇറ്റ് വാസ് ദ ലോക്കൽ അലൈൻമെന്റ് സീക്വൻസ്. ഇറ്റ് യൂസസ് ലോക്കൽ അലൈൻമെന്റ് സീക്വൻസ്. ലോക്കൽ അലൈൻമെന്റ് സീക്വൻസ് അതായത് വളരെ വേഗത്തിൽ അലൈൻ ചെയ്യാൻ പറ്റുന്ന സീക്വൻസുകൾ വെച്ചിട്ടാണ് ഇവിടെ ബ്ലാസ്റ്റ് എന്ന സെർച്ച് എഞ്ചിൻ ഡേറ്റാബേസുകളെ കമ്പയർ ചെയ്യുന്നത്. ഫാസ്റ്റ സ്റ്റാൻഡ്സ് ഫോർ ഫാസ്റ്റ് ഓൾ എന്നാണ്. ഫാസ്റ്റ് ഓൾ എന്നാണ് ഫാസ്റ്റയുടെ പൂർണ്ണരൂപം. It was the first database similarly search tool developed preceding development of BLAST. ബ്ലാസ്റ്റിന് മുൻപേ ആദ്യമായിട്ട് രൂപപ്പെടുത്തിയെടുത്ത സെർച്ച് എഞ്ചിനാണ് അല്ലെങ്കിൽ സെർച്ചിങ് സംവിധാനമാണ് ഫാസ്റ്റ എന്ന് പറയുന്നത്. ഫാസ്റ്റ ഈസ് another sequence alignment tool which is used to search similarities between sequence of DNA and proteins. DNA യും പ്രോട്ടീനും തമ്മിലുള്ള സിമിലാരിറ്റീസ്
പരിശോധിക്കാനാണ് FASTA ഉപയോഗിക്കുക. FASTA uses a confusing strategy to find matches of a short stretch of identical residues with a length of k. The string of residues is known as k-tuples or k-tubes, which are equivalent words in BLAST but are normally shorter than words. FASTയും ബ്ലാസ്റ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ FASTA ആദ്യകാലത്തുണ്ടായ സെർച്ചിങ് ടൂളാണ്. ഇവിടെ ഷോർട്ട് സ്ട്രെച്ച്, വളരെ ചെറിയ ഒരു സ്ട്രെച്ചിനെയാണ് FASTA എടുത്ത് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ സീക്വൻസുമായിട്ട് താരതമ്യം പഠനം നടത്തുന്നത്. അങ്ങനെ ഈ ഷോർട്ട് സീക്വൻസിനെ റെസിഡ്യൂസ് എന്നാണ് പറയുന്നത്. ഈ റെസിഡ്യൂസിനെ k-tuples ഓർ k-tubes എന്നാണ് പറയുന്നത്. FASTയിലാണെങ്കിൽ, ബ്ലാസ്റ്റിലാണെങ്കിൽ അത് വേർഡായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യുന്ന ചെറിയ സീക്വൻസുകളെ നമ്മൾ k-tuples ഓർ k-tubes എന്ന് പറയുന്നു. അത് വേർഡിനേക്കാളും ചെറിയ വാക്കുകളായിട്ടാണ്, ഷോർട്ടർ വേർഡ്സ് ആയിട്ടാണ് FASTA ഉപയോഗിക്കുന്നത്. Typically, a k-tube is composed of 2 residues for protein sequence and 6 residues for DNA sequence. പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിൽ 2 വേർഡ്സ് ആണ്, അല്ലെങ്കിൽ 2 റെസിഡ്യൂസ് ആണ് k-tube ആയിട്ട് പ്രോട്ടീൻ സീക്വൻസ് കമ്പാരിസൺ ഉപയോഗിക്കുന്നത്. അത് DNA ആണെങ്കിൽ 6 റെസിഡ്യൂസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. The query sequence is thus broken down into sequence patterns of words known as k-tuples, and the target sequence are searched for these k-tuples in order to find the similarities between 2. അതായത് നമ്മൾ കൊടുക്കുന്ന സീക്വൻസുകളെ ട്യൂപ്പിൾസ് ആയിട്ട് മാറ്റുകയും ആ ട്യൂപ്പിൾസുകളെ ഡേറ്റാബേസിലുള്ള ട്യൂപ്പിൾസുമായിട്ട് കമ്പയർ ചെയ്ത് സിമിലാരിറ്റീസ് കണ്ടുപിടിക്കുകയാണ് FASTയിൽ ചെയ്യുന്നത്. FASTA ഈസ് എ ഫൈൻ ടൂൾ ഫോർ സിമിലാരിറ്റി സെർച്ചസ്. ബ്ലാസ്റ്റിനെ പോലെ തന്നെ വളരെ വേഗത്തിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്ന, അല്പം കൂടി ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു database searching tool ആണ് FASTA. These methods are not guaranteed to find the optimal alignment true homologous but are 50 to 100 times faster than dynamic programming. ഈ രണ്ട് ടൂളുകളും നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് ഒപ്റ്റിമലായിട്ട് അല്ലെങ്കിൽ വ്യക്തത തരുന്ന ടൂളുകളാണെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് സെർച്ച് ഡാറ്റാബേസ് സെർച്ചിനേക്കാളും ഏറ്റവും നിലവിൽ നമുക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നതും ഉപയോഗിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള 2 സെർച്ച് എഞ്ചിനുകളാണ് FASTയും ബ്ലാസ്റ്റും. ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത് ജനറ്റിക് ഡാറ്റാബേസ് അല്ലെങ്കിൽ ബയോളജിക്കൽ ഡാറ്റാബേസ് ഏതൊക്കെ തരത്തിൽ ലോകരാജ്യങ്ങളിൽ എവിടെയൊക്കെ സൂക്ഷിച്ചിരിക്കുന്നു, അത് ഇന്ന് നടക്കുന്ന റിസർച്ചുകളിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന്, അതുപോലെ തന്നെ നമ്മളൊരു ജനിതക ഘടകം അല്ലെങ്കിൽ ഒരു സ്പീഷീസിൻ്റെ ജനറ്റിക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ജീൻ മാപ്പിംഗ് അല്ലെങ്കിൽ നമ്മളതിൻ്റെ ജനറ്റിക് കോഡ് വേർതിരിച്ചെടുത്തതിന് ശേഷം ആ ജീനുകൾ ലോകത്ത് ഏത് ജീവിയുമായിട്ട് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ജീവിയുമായിട്ട് താരതമ്യം പഠനം നടത്തുവാനും അതിൽ നിന്നും നമ്മൾ കണ്ടെത്തുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിയ ഒരു ജീവിയുടെ ജനറ്റിക് കോഡ് എത്രത്തോളം എവല്യൂഷണറി സിഗ്നിഫിക്കൻ്റ് ആണെന്നും അല്ലെങ്കിൽ എവല്യൂഷൻ നടന്നത് എങ്ങനെയാണെന്നും അതൊരു പുതിയ ജീവിയാണെന്നൊക്കെയുള്ള പഠനങ്ങൾ ഇപ്പോൾ റിസർച്ചേഴ്സിന് നടത്താൻ സാധ്യമാകുന്നത് ഇത്തരം ബയോളജിക്കൽ ഡേറ്റാബേസ് ഉണ്ടാക്കിയത് കൊണ്ടാണ്. അപ്പോൾ ഇത് 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിസർച്ചുകൾ നടക്കുന്ന മേഖലകളിലൊന്നാണ്. ഇതിൽ നിന്നും ഫൈലോജനറ്റിക്കായിട്ടും ജീനോടൈപ്പിക്കായിട്ടും എവല്യൂഷണറിയുമായിട്ടുള്ള ധാരാളം ഇൻഫർമേഷനുകൾ റിട്രീവ് ചെയ്തെടുക്കാനും കൂടുതൽ പഠനങ്ങൾ നടത്താനുമായിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു മേഖലയാണ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. ഈ മേഖലയിൽ വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പാഠഭാഗം നിങ്ങൾക്ക് സുവോളജിയിൽ പഠിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. കൂടുതൽ ഇൻഫർമേഷനുകൾ നമുക്ക് മറ്റു ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. താങ്ക് യു.